Hello guys, how are you? Welcome back to Pokemon Black 2. ഇന്ന് നമ്മളുടെ ഗോൾസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ റാഞ്ചിൻ്റെ ഓണറിൻ്റെ പട്ടിയല്ല ഹെർഡിയറിനെ രക്ഷിക്കുക, എന്നിട്ട് പിന്നെ ഫസ്റ്റ് ജിം ലീഡർ ചെറിൻ നോർമൽ ടൈപ്പ് ജിം ലീഡറിനെ തോൽപ്പിക്കുമായിരുന്നു. പക്ഷേ ഒരു ചെറിയ തെറ്റ് പറ്റി. പൊക്കമോൺ ഞാനിത് കളിക്കുന്നതിന് മുമ്പ് റെക്കോർഡ് ബട്ടൺ ഞെക്കിയത് അത് സ്റ്റാർട്ടായില്ലായിരുന്നു. അതുകൊണ്ട് ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കണ്ടു കാണത്തില്ല. എന്ന് വെച്ചാൽ ഈ റാഞ്ചിൻ്റെ ഓണറിൻ്റെ ഒരു ഹെർഡിയറിനെ കാണാൻ പറ്റിയില്ല. അപ്പം ഞാൻ എൻ്റെ ട്യൂട്ടോറിയൽ എന്ന് വെച്ചാൽ അതെങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാം. അപ്പം ഇവിടോട്ട് നമുക്കിങ്ങനെ പോകണം. ഇവിടെ പോകുമ്പോൾ ഹ്യൂഗ് ഇവിടെ നിന്നിട്ട് നമ്മളോട് സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ മാമനോട് ഫൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഹ്യൂഗ് നമുക്ക് പാരലൈസ് ഹീൽ തരും. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ഐറ്റം കിട്ടും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇവൻ്റെ കൂടെയൊക്കെ ബാറ്റിൽ ചെയ്താൽ ഇവിടെ നിന്ന് ഒരു പൊക്കമോൺസൊക്കെ ശല്യമാണല്ലോ. ഓക്കെ, ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു അറ്റാക്ക് ഐറ്റം കിട്ടും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ വഴി കൂടെ പോകണം. ഈ വഴി കൂടെ പോയിട്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ഐറ്റം കിട്ടും. ആ ഐറ്റം കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ആ വഴി കണ്ടോ. സോറി, ഞാൻ ഇങ്ങോട്ട് ക്ലിഫിലോട്ട് ചാടി. ഓക്കെ, വെയിറ്റ് മിനിറ്റ്. ഓക്കെ, ഈ വഴിയിലോട്ട് നിങ്ങൾ പോകണം. ഞാനിപ്പം കാണിച്ചു തരാം. അപ്പം നിങ്ങൾ ഈ വഴിയിലോട്ട് പോകണം. ഈ വഴി പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ടീം പ്ലാസ്മ പിന്നെ ഹെർഡിയർ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പോയിട്ട് അവനോട് ടോക്ക് ചെയ്യണം. അപ്പോൾ അവൻ നിങ്ങൾക്ക് TM ഫ്രസ്ട്രേഷൻ തരും. അത് കഴിഞ്ഞിട്ട് അവൻ പോവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹ്യൂഗും പിന്നെ ഓണറും വരും. ഹ്യൂഗും ഓണറും വന്നു കഴിഞ്ഞിട്ട് അവരങ്ങോട്ട് തിരിച്ചു പോകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിങ്ങോട്ട് വരണം. പിന്നെ വേറൊരു കാര്യം, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഈ ചേച്ചിനോട് നിങ്ങൾ ആദ്യം ഒരു തവണ സംസാരിച്ചിട്ട് പിന്നെ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ നിൻ്റെ പൊക്കമോണിനെ ഹീൽ ചെയ്ത് തരും. ഓക്കെ ഗൈസ്, ഇനി ഞാൻ അങ്ങോട്ട് നമുക്ക് പോകാം. തിരിച്ച് നമ്മുടെ ജിം ലീഡറിൻ്റെ അടുത്ത് പോകാം. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ഒരു പോക്കിമോണിനെ പിടിക്കാനുണ്ട്. അപ്പോൾ ആ പോക്കിമോണിനെ എൻകൗണ്ടർ റേറ്റ് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് ഞാൻ അവൻ്റെ എൻകൗണ്ടർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഒരു പൊക്കിമോനെ പിടിച്ചിട്ടുണ്ട്. അവൻ്റെ ഞാൻ എൻകൗണ്ടർ നിങ്ങളെ കാണിച്ചില്ല, കാരണം ഇവനെ അല്ല ശരിക്കും നമ്മൾ പിടിക്കാൻ പോയത്. പക്ഷേ എനിക്ക് കണ്ടപ്പോൾ പിടിക്കാൻ തോന്നിയുകൊണ്ട് ഞാൻ പിഡവനെ പിടിച്ചു. ഇവൻ ഈ റീജനിൽ ഒരു ക്ലാസിക് ഫ്ലൈങ് ടൈപ്പാണ്. അപ്പോൾ ഇവന് നമുക്ക് പേര് കൊടുക്കാം. ഇനി നമ്മൾ പേര് കൊടുക്കാൻ പോകുന്ന ഇപ്പം എന്തുകൊണ്ട് നമുക്കിവൻ ആണാണ്. അപ്പോൾ ഇവന് റോറാൻ എന്ന് പേര് കൊടുക്കാം അല്ലേ. റോറാൻ അതൊരു നല്ല പേരായിരിക്കും. റോറാൻ. ഓക്കെ, അപ്പോൾ നമ്മളൊരു പുതിയ മെമ്പർ വന്നിരിക്കുന്നു. ഇവൻ്റെ പേരാണ് റോറാൻ ദി പിഡ്. ഓക്കെ, ഇവൻ സീരിയസ് നേച്ചറിൻ്റെ ആണ്. ഇവൻ്റെ ഒരു സ്റ്റാറ്റും കുറവുമല്ല. ഇവൻ്റെ എബിലിറ്റി സൂപ്പർ ലക്കി ഹൈറ്റ്നൻസ് ദി ക്രിട്ടിക്കൽ ഹിറ്റ് റേഷ്യോസ് ഓഫ് ദി മോസ്. അതിൻ്റെ അർത്ഥം ഇവൻ ക്രിട്ടിക്കൽ ഹിറ്റ് അടിക്കാനുള്ള ചാൻസസ് ഇവൻ്റെ കൂടുതലാണ്. പക്ഷെ നമ്മൾ ശരിക്കും നോക്കിയ ആ പോക്കിമോണിനെ കണ്ടില്ല. അപ്പോൾ അവനെ കാണുന്നവരെ പ്ലീസ് വെയിറ്റ് ചെയ്യുക. ഓക്കെ ഗായ്സ്, അങ്ങനെ അവസാനം നമ്മൾ എൻകൗണ്ടർ ചെയ്തു റിയോളു. ഓക്കെ, റിയോളു ഭയങ്കര റെയറാണ്. എനിക്കൊന്നൊരു 10% 5% ചാൻസേ ഉള്ളൂ ഇവന് ഇവിടെ സ്പോൺ ആവാൻ. അപ്പം നമ്മൾ ആദ്യം ഒരു സാധാ പൊക്കബോൾ മാത്രം ഇട്ട് നോക്കാം, ചാൻസ് ഉണ്ടോ എന്ന് ഇവനെ പിടിക്കാൻ. ഓക്കെ, ഇല്ല, എനിക്ക് ഇവൻ്റെ ചാൻസ് ഒഴിവാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ നോക്കട്ടെ. ഓക്കെ, ഞാനൊന്ന് സേവ് ചെയ്തിട്ട് ബാക്കി കളിക്കാം. ഓക്കെ ഗൈസ്, ഓക്കെ, അവനെ നമ്മൾ ലോ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് പോക്കബോൾ ഇടാം. ഓക്കെ, പ്ലീസ് ക്യാച്ച് അവർ റിയോളു. നമ്മൾ റിയോളുവിനെ അങ്ങനെ ക്യാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റിയോളു നമ്മുടെ 3rd മെമ്പറായി. ഇനിയും ഇവരെ ഞാൻ റിവൈവ് ചെയ്യാതെ ഹീൽ ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഇനി നമുക്ക് വെറുതെ ടോക്ക് ചെയ്താൽ മതി, അപ്പോഴത്തേക്ക് കഴിഞ്ഞു. ഓക്കെ, ഇനി ഞാൻ ഒരു കാര്യം കൂടി ചെയ്തിട്ട് വരാം. എന്ന് വെച്ചാൽ നമ്മുടെ റിയോളും നമ്മുടെ പിഡവും ലെവൽ ക്യാപ്പിലല്ല. അപ്പോൾ അവരെ ഒന്ന് ഇച്ചിരി ലെവലപ്പ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഗായ്സ്, ഞാൻ എൻ്റെ പൊക്കമോണിനെ ഫുള്ള്
ഒത്തിരി ട്രെയിൻ ചെയ്യിപ്പിച്ചു. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ പൊക്കമോൺസിനെ കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ റോറാനെ കാണിച്ചു തരാം. അവനെ ഞാൻ ഏറ്റവും അവസാനം ട്രെയിൻ ചെയ്ത്. അവനിപ്പം ലെവൽ 11 ആണ്. അവൻ്റെ എബിലിറ്റി സൂപ്പർ ഡാർക്ക്. അവൻ്റെ ഒരു സ്റ്റാറ്റ്സും ലോ അല്ല. അത് കഴിഞ്ഞാൽ എയ്സ്, അവൻ ലെവൽ 12 അവനെ ഞാൻ കൂടുതലൊന്നും എന്ന് വെച്ചാൽ അവനെ ഞാൻ ട്രെയിൻ ചെയ്യിപ്പിച്ചില്ല. അത് കഴിഞ്ഞാണ് റിയോളു. അവനെ ഞാൻ ലെവൽ 11 വരെ ആക്കി. അവൻ്റെ എബിലിറ്റിയാണ് സ്റ്റീഡ് ഫസ്റ്റ്. ഇപ്പം ബൈറ്റ് അല്ലെങ്കിൽ റോക്ക് സ്ലൈഡ് അതുപോലത്തെ അറ്റാക്സ് ചെയ്യുമ്പോൾ നമ്മുടെ പൊക്കമോൺ ഒരു ടേണിൽ ഫ്ലിഞ്ച് ആവും. ഫ്ലിഞ്ച് ചെയ്താൽ നമ്മുടെ അറ്റാക്ക്, നമ്മൾ പറയുന്ന അറ്റാക്ക് അവർ ചെയ്യാൻ കഴിയില്ല. അപ്പം റിയോളിൻ്റെ എബിലിറ്റി കാരണം ഫ്ലിഞ്ച് ആവുമ്പം റിയോളിൻ്റെ സ്പീഡ് ഒരു സ്റ്റേജ് വെച്ച് കൂടും. അപ്പം നമുക്കിനി തിരിച്ചു പോവാം. ആദ്യം ഈസിനെ ഫ്രണ്ടിൽ കൊണ്ടുവരട്ടെ. ഇനി നമുക്ക് നമ്മുടെ ഗ്രീൻ ലീഡറിനോടായിരിക്കും ബാറ്റിൽ ചെയ്യാൻ വരുന്നത്, എനിക്ക് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് പോവാം. പക്ഷേ അതിന് മുമ്പ് എനിക്കൊന്ന് ആൾഡറിൻ്റെ കൂടെ നമ്മൾ ട്രെയിനിങ് ചെയ്യുന്ന വരും. പക്ഷേ നമ്മൾ നേരത്തെ ട്രെയിനിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് പോവാം. ഓക്കെ, ആൾഡർ വീട്ടിലോട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഇനിയും ആൾഡറിൻ്റെ വീടിൻ്റെ ഈ സൈഡിൽ നിങ്ങൾക്കൊരു പൊക്കബോൾ കിട്ടും. അതിൽ കൂടെ നിങ്ങൾക്ക് എക്സ് സ്പീഡ് കിട്ടും. ഓക്കെ, അപ്പം ഇനി നമുക്ക് എനിക്ക് ഓർമ്മ വന്നു. ഇപ്പം ഇനി എനിക്ക് തോന്നുന്നു ആൾഡർ ഈ കുട്ടികളോട് നമ്മളോട് ഫൈറ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബാറ്റിൽ കിഡ്സ് സെമോർ എന്നാണ് ചെറുക്കൻ്റെ പേര്. അവൻ്റെ ഒരു പാൻസേജ് ഉണ്ട്. പാൻസേജ് ഒരു ഗ്രാസ് ടൈപ്പ്. അപ്പം നമ്മുടെ ഫയർ ടൈപ്പ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പം നമുക്ക് എംബർ അറ്റാക്ക് ചെയ്യാം. ഓക്കെ, അവൻ്റെ പൊക്കമോൺ ഇപ്പം ഫുള്ളി ഈ ബേൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പോവാം. അടുത്ത എൻ്റെ ലില്ലി പപ്പിനെ നമുക്ക് തോൽപ്പിക്കാം. പക്ഷേ ഈ വീഡിയോ ഞാൻ ഇച്ചിരി ചെറുതാക്കുന്നത്, കാരണം ഞാൻ വിചാരിക്കുവാണ് ഓരോ ജിം ലീഡറിനെ വെച്ച് ഒരു വീഡിയോ ഉണ്ടാക്കാം. അതുകൊണ്ട് ചെറുതിനെ തോൽപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ അടുത്ത വീഡിയോയ്ക്കകത്ത് അടുത്ത സിറ്റിയിലോട്ട് പോകും. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചെറുക്കനെ എന്തായാലും തോൽപ്പിച്ചു. ഓക്കെ, ചെറുക്കനെ തോൽപ്പിച്ച് കഴിഞ്ഞു. ഇനി കൊച്ചിനെ തോൽപ്പിച്ചാൽ മതി. അത് തോൽപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജിം ലീഡറിനെ കൂടെ ബാറ്റിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, ലില്ലി പപ്പിനെ നമ്മൾ തോൽപ്പിച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ തോൽപ്പിച്ചില്ല, നമ്മൾ അവന് ഡാമേജ് കൊടുത്തിരിക്കുന്നു. ഇപ്പം തോൽപ്പിക്കും. സത്യം പറഞ്ഞാൽ എയ്സിനെ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് അടുത്ത പാഡ്രറ്റിനെ തോൽപ്പിക്കാൻ നമുക്ക് റിയോളുവിനെ യൂസ് ചെയ്യാം. ഓക്കെ, റിയോളു, ലെറ്റ്സ് ഗോ റിയോളു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കൗണ്ടർ അറ്റാക്ക് ചെയ്യാം. കൗണ്ടർ അറ്റാക്കിൻ്റെ അർത്ഥം അത് ഈ ഒരു സെക്കൻഡ് ടൈം അറ്റാക്കാണ്. ഈ അറ്റാക്ക് കൊടുക്കുമ്പം നമ്മുടെ ഓപ്പോസിറ്റ് പോക്കിമോൺ നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ ആ പോക്കിമോണിൻ്റെ അറ്റാക്കിന് എത്ര ഡാമേജ് ചെയ്യും അത്രയും ഡാമേജിനെ ഇരട്ടിയാക്കിയിട്ട് തിരിച്ചു കൊടുക്കും. ഓക്കെ, റിയോളു ലെവൽ 12 ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷെറിൻ്റെ കൂടെ ബാറ്റിൽ ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. അവൻ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ബാറ്റിൽ ചെയ്യാം. ഫാസ്റ്റ് ജിം ലീഡർ ഷെറിൻ. ഓക്കെ, അവൻ ആദ്യം പാഡ്രറ്റിനെ യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പാഡ്രറ്റിനെ തോൽപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഏസിനെ ഉപയോഗിക്കാം. ഓക്കെ, ഈ വർക്കപ്പ് ഇത് ഇച്ചിരി പ്രശ്നം. ഓക്കെ, സോ ലെറ്റ്സ് യൂസ് എംബർ വൺ മോർ ടൈം. ഓക്കെ, അവൻ ബേൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണെങ്കിലും അവൻ തന്നെ ചത്തുള്ളൂ. അപ്പോൾ അത്രയും നേരം കൊണ്ട് നമുക്ക് ഡിഫൻസ് കർവ് ചെയ്യാം. അത് വെച്ചിട്ട് നമ്മുടെ ഡിഫൻസ് കൂട്ടാം. ഓക്കെ, നമ്മൾ രണ്ടുമാണ് ഡിഫൻസ് കർവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് അവനെ എംബർ വെച്ചങ്ങ് തോൽപ്പിക്കാം. ഓക്കെ, അവൻ്റെ അറ്റാക്സ് വളരെ വീക്കാണ്. ഇപ്പം ബേൺ ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ഹാഫ് അറ്റാക്ക് കട്ടാവുന്നുണ്ട്. വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, നമ്മുടെ ഏസ് ഓക്കെ, നമ്മൾ പിന്നെ നിങ്ങളിപ്പോൾ പൊക്കമോണിൻ്റെ സ്റ്റാറ്റ്സ് കൂട്ടി കഴിഞ്ഞിട്ട് സ്വിച്ച് ചെയ്താൽ ആ പൊക്കമോണിൻ്റെ സ്റ്റാറ്റ്സ് എല്ലാം പോകും. അപ്പം നമുക്ക് ഇവനും ലില്ലി പപ്പും വർക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ലെറ്റ്സ് ഗോ. എംബർ പകുതി കുറവാണ്. ഇനി നമുക്ക് പെട്ടെന്ന് കളി തീർക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ എയ്സ് ഫസ്റ്റ് ജിം ലീഡറിനെ സോളോ ചെയ്തിരിക്കുന്നു. അങ്ങനെ നമ്മൾ തോൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്നു ബേസിക് ബാറ്റ്. ശരിക്കും സത്യം പറഞ്ഞാൽ നമുക്ക് പൊക്കമോൺ ബ്ലാക്ക്, നോട്ട് ബ്ലാക്ക് 2,
ബ്ലാക്ക് 1-ൻ്റെ അകത്ത് നമുക്ക് ബേസിക് ബാഡ്ജ് കിട്ടുന്ന രണ്ടാമത്തെ ജിമ്മിലാണ്. അപ്പോൾ വേറൊരു ജിം ലീഡറാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇപ്പോൾ പോകണം. ഹീൽ ചെയ്യാം, നമുക്ക് ഹീൽ ചെയ്യാം. ഓക്കെ. ബിയാൻക നമ്മളോട് സംസാരിക്കാനാണ്. ബിയാൻക പറയുവാണ് നമ്മൾ ചെറിനെ തോൽപ്പിച്ചപ്പോൾ നമുക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. അങ്ങനെ നമുക്ക് TM27 റിട്ടേൺ തന്നിരിക്കുന്നു. ഓക്കെ, ചെറിൻ ഇങ്ങോട്ട് വന്നു. ഓക്കെ, എക്സ്ട്രാവർ എന്ന് പറയുന്ന മറ്റേ ആ സ്മാർട്ട് വാച്ചാണ്. അതിൽ കൂടെ നമുക്ക് വീഡിയോ കോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, വീഡിയോ കോളിനകത്ത് 4 പേർക്ക് ഇരിക്കാൻ പറ്റും, സംസാരിക്കാനും പറ്റും. കൊള്ളാമല്ലോ. അത് ഈ വാച്ചിൽ കൂടെ. ഒരു മിനിറ്റ്, ഞാനും ബിയാൻകയും ചെറിനും ഒരു സ്ഥലത്ത് തന്നെയല്ലേ നിൽക്കുന്നത്. അപ്പം ഞങ്ങളുടെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് വേറെ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, അപ്പം ഇനി നമുക്ക് പോവാം. ഹ്യൂഗ് വന്നു. ഓക്കെ, വാട്ട് എ വീക്ക് ആൻസർ. ഹ്യൂഗ് ശരിക്കും നമ്മളെക്കാൾ നേരത്തെ ഇറങ്ങിയിട്ട് നമ്മൾ ആദ്യം തോൽപ്പിച്ച്. അത് കഴിഞ്ഞിട്ട് ഓക്കെ, സി ഗിയർ അതെനിക്ക് വേണ്ട. അത് ഓൺലൈൻ ബാറ്റിൽ ചെയ്യാൻ, അത് നമുക്കിപ്പോൾ ആവശ്യമില്ല. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ പൊക്കമൺ ഹീൽ ചെയ്യാം. അപ്പോൾ ഗായ്സ്, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ഇടുക. ഇനി ഞാൻ ഏത് പൊക്കമോനെ പിടിക്കണം, അവൻ ഏത് നിക്ക് നെയിം ഇടണമെന്നൊക്കെ. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഏത് എമുലേറ്റർ യൂസ് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ ഞാൻ ഏത് റെക്കമെൻഡ് ചെയ്യുന്നതെന്നോ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ കമൻസിൻ്റെ എയിം നമുക്ക് 50 വെക്കാം.